the whole of Kerala will know that Chandiji might not be physically with us, but he is with us, and his name will be there every single time a person takes medical insurance in Kerala. അപ്പോൾ ഇന്ന് കേരളത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും, ഭൗതിക ശരീരം ശ്രീ ചാണ്ടിജിയുടെ ഭൗതിക ശരീരം നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ കേരളത്തിലെ ഓരോ വ്യക്തിയും മെഡിക്കൽ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമം, അത് ഓർമ്മ അവിടെ ഉണ്ടാവും. Doesn't matter if they have a heart problem, if they have cancer, if they break a bone, doesn't matter. 25 lakh rupees will be given to them as health insurance, as a protection for the future, and it will be done in Oommen Chandy's name. ഒരാൾക്കൊരു ഹൃദയ സംബന്ധമായ പ്രശ്നമാകട്ടെ, ക്യാൻസർ ആവട്ടെ, എല്ലുകൾക്ക് പ്രശ്നമാകട്ടെ, എന്ത് പ്രശ്നം ഉണ്ടാകട്ടെ, എന്ത് അസുഖമാകട്ടെ, അവർക്ക് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിജിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് അവർക്കൊരു സംരക്ഷണമായി ഇവിടെ ഉണ്ടാവും. What do the people of Kerala teach us? The people of Kerala teach us that humility is better than arrogance. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ധാർഷ്ട്യത്തിനേക്കാളും അഹങ്കാരത്തിനേക്കാളും ഏറ്റവും മികച്ചത് വിനയമാണെന്നാണ്. That love is more powerful than hatred. വിദ്വേഷത്തെക്കാളും ശക്തിയുള്ളത് സ്നേഹത്തിനാണെന്നാണ് കേരളത്തിലെ That happiness cuts anger. ദേഷ്യത്തെ എതിർക്കുന്നത് സന്തോഷമാണ്, ഇല്ലാതാക്കുന്നത് സന്തോഷമാണെന്നാണ്. And that unity is better than division. വിഭജനത്തിലും ഏറ്റവും മികച്ച വിഭജനമല്ല വേണ്ടത്, പക്ഷെ ഐക്യമാണ് വേണ്ടത്. I was a member of parliament for 5 years, and I must tell you, this is what you taught me. ഞാൻ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ 5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചത്. It does not matter which religion you come from, what your ideas are, what your thoughts are, Kerala will respect you. നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാവട്ടെ, നിങ്ങളുടെ ചിന്ത എന്താവട്ടെ, നിങ്ങളുടെ ആശയങ്ങൾ എന്താവട്ടെ, കേരളം നിങ്ങളെ ബഹുമാനിക്കും. And you celebrate each other's festivals. നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഉത്സവങ്ങൾ, എല്ലാവരുടെയും ആഘോഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നു. I saw with my own eyes when there was a tragedy in Wayanad, how everybody, all religions suddenly came together and became one. വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു എങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് നിന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. There is a strategy by the BJP, by the RSS to divide the country. ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ഒരു തന്ത്രം ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ഭാഗമായിട്ടുണ്ട്. They want to divide religions, they want to divide languages, they want to divide cultures. അവർക്ക് മതങ്ങളെ വിഭജിക്കണം, അവർക്ക് ഭാഷകളെ വിഭജിക്കണം, അവർക്ക് സംസ്കാരങ്ങളെ വിഭജിക്കണം. They want to attack people who are not like them. അവരെ പോലെ അല്ലാത്ത എല്ലാ മനുഷ്യരെയും അവർക്ക് ആക്രമിക്കണം. This is not what Oommen Chandyji taught. This is not what Narayana Guruji taught. ഇതല്ല ശ്രീ ഉമ്മൻചാണ്ടിജി പഠിപ്പിച്ചത്, ഇതല്ല ശ്രീ നാരായണ ഗുരു പഠിപ്പിച്ചത്. This is not the spirit of Kerala. ഇതല്ല കേരളത്തിന്റെ ആത്മാവ്, കേരളത്തിന്റെ മൂല്യം, ആത്മവീര്യം ഇതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.